Alhamdulillah. Alhamdulillah. الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا إلى يوم الدين. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴിയുടെ അൽ ബഖറ 32ാം സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ സംസാരിച്ചാൽ 1 മിനിറ്റ് പിന്നെ പോകും കേട്ടോ. ഇടയ്ക്ക് ആരെങ്കിലും സംസാരിക്കണ്ട എന്ന് പറയാനും മൈക്ക് ഓഫ് ചെയ്യാനും പോകും. നമ്മൾ ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കീബോർഡിലേക്കും മറ്റ് ആക്സസ് വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് അൽ ബഖറ 202ാമത്തെ സൂക്തം വരെയാണ്. അടുത്തത് 203. ബൈ ദ വേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഞാൻ യാത്രയിലായി പോയി, എനിക്ക് കൃത്യമായി എത്താൻ കഴിയില്ല. ഇത് വൈകി തുടങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ധൃതിപ്പെട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് റെഫറൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിമിതമായിരിക്കും. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ തന്നെയായിരുന്നു. ഈ അണ്ടർസ്റ്റാൻഡ് ഖുർആനുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്ക് തീർക്കാനുണ്ടായിരുന്നു, പെൻഡിങ് കുറേ വർക്ക് അതിലായിരുന്നു. നമുക്ക് തുടർന്നുള്ള ഒരു പേജ് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്. فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. അത് സ്ക്രീന് കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ടോ ആർക്കെങ്കിലും? സ്ക്രീൻ ആർക്കെങ്കിലും എല്ലാരും 1/4 കാണുന്നുള്ളൂ. സ്ക്രീൻ ശരിയല്ല, ഒരു ഭാഗം മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പരിഭാഷയാണ് കാണുന്നത്. പരിഭാഷയാണ് കാണുന്നത്. അതെ അതെ. പരിഭാഷ പോയാ? എല്ലാം പോയി. പുസ്തകം കാണുന്നു. ഓക്കെ ഓക്കെ. അതാണല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഉസ്താദിനെ കണ്ടോണ്ടിരിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഉസ്താദിന്റെ ക്ലാസ്, ഉസ്താദിന്റെ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഓടി വരണല്ലേ. അത് നല്ലൊരു ക്ലാസ്. ഓക്കെ. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്. فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. അപ്പോൾ ഹജ്ജിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട്
ഈ ലോകത്തേക്കും പരലോകത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ അവിടെ ഹജ്ജിന്റെ സംഗതികൾ പറഞ്ഞ് പൂർത്തീകരിച്ചിരുന്നില്ല. അവിടെ പ്രാർത്ഥിക്കണം എന്ന് പറയും, ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സംഗതി വന്നപ്പോഴാണ്, ആ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സംഗതികൾ വന്നപ്പോഴാണ് പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഹജ്ജിന്റെ ബാക്കി കാര്യം പറയാണ്. നിർണിതമായ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിക്കുക. നിർണിതം എന്ന് പറഞ്ഞ രണ്ട് അർത്ഥമാകാം. ഒന്ന്, നിശ്ചയിക്കപ്പെട്ട ദിവസം, എണ്ണപ്പെട്ട ദിവസം. എന്നത് വന്നയലുന് പോലുള്ള ക്രിയയാണ്. വന്നയലുന് പോലെ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഖുർആൻ വായിച്ച് പരിചയമുണ്ടെങ്കിൽ ഇതിന്റെ അപൂർണക്രിയ ഏതാണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പൊ എഴുതു തന്നെ കിട്ടും. അപ്പൊ തഅദ്ദു എന്ന് വന്നു, ഇൻ വന്നുകൊണ്ട് തഅദ്ദു എന്ന്. അപ്പൊ അദ്ദയും എഴുതും കിട്ടി. അദ്ദ എഴുതു എണ്ണി. അപ്പോ മഅദൂദുൻ എണ്ണപ്പെട്ടത്. അപ്പോൾ എണ്ണപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിർണിതമാക്കപ്പെട്ടത്, നിശ്ചയിക്കപ്പെട്ടതായ ദിവസങ്ങളിൽ, ഹജ്ജിന്റെ നിർണിതമായ ദിവസങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുക, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുക. മറ്റൊരർത്ഥം പറഞ്ഞാൽ അയ്യാമിൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ ഓൺലി ലിമിറ്റഡ് ഡേയ്സ്, പരിമിതമായ ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുന്നത് പരിമിതമായ ദിവസങ്ങളാണ്. ആ പരിമിതമായ ദിവസങ്ങൾ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈൻ തഅജ്ജല കാനൽ ഇൻസാനു അജൂല എന്ന് പറയും. കാനൽ ഇൻസാനു അജൂല, മനുഷ്യന്റെ ധൃതിക്കാരനാണ്. തഅജ്ജല എന്ന് പറഞ്ഞാൽ ധൃതി കാണിച്ചു. ഫമൻ തഅജ്ജല, ആരെങ്കിലും ധൃതി കാണിച്ചാൽ, ഹലോ, ഒമൻ തഅജ്ജൽ, ആരെങ്കിലും ധൃതി കാണിച്ചാൽ, ഫീ യൗമൈനി, 2 ദിവസങ്ങളിൽ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് റമിയിനെയാണ്, എറി. അതായത് രണ്ട് ദിവസത്തെ ഏറ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, അവിടെ നിന്ന് പോകാം. ആ 2 ദിവസത്തെ ഏറിൽ അവൻ ധൃതി കാണിച്ചാൽ, ഫമൻ തഅജ്ജല, ഏതൊരുവൻ ധൃതി കാണിച്ചു, ഫീ യൗമൈൻ, 2 ദിവസത്തിൽ, ഫലാ ഇസ്മ അലൈഹി, ലാ ഇസ്മ, നേരത്തെ പറഞ്ഞ പോലെ വർഗത്തെ നിഷേധിക്കുന്ന ലായാണ്, അവന്റെ മേൽ ഒരു കുറ്റവുമില്ല. വമൻ തഅഖറ, അവിടെ നിന്ന് പിന്തിച്ചു, തഅഖറ പിന്തിച്ചു. വമൻ തഅഖറ, ഏതൊരുവൻ പിന്തിച്ചുവോ അവന്റെ കുറ്റവുമില്ല. ഇടയ്ക്ക് സംസാരിക്കരുത് കേട്ടാ, പിന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. തഅഖറ, അപ്പൊ തഅജ്ജല ധൃതി കാണിച്ചു, തഅഖറ തഖദ്ദമയാണ് മുന്തിച്ചു, അതിന്റെ വിപരീതമാണ് തഅഖറ. അതേസമയം ഇവിടെ വിപരീതമായിട്ടല്ല വന്നിരിക്കുന്നത്, ഇവിടെ ഒരു പ്രയോഗമായിട്ടാണ്. തഅജ്ജല ധൃതി കാണിച്ചു, വേഗം 2 ദിവസത്തിൽ എറിഞ്ഞിട്ട് പോയി. ഫീ യൗമൈൻ ഫലാ ഇസ്മ അലൈഹി, കുറ്റമില്ല. വമൻ തഅഖറ, ഏതൊരുവൻ പിന്തിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വൈകി നിന്നു, അടുത്ത നമ്മൾ മൈക്ക് ഓൺ ചെയ്താൽ കുറെ സമയം പിന്നെ പോകും കേട്ടോ. ഒരാൾ മൈക്ക് ഓൺ ചെയ്യാൽ 1 മിനിറ്റ് പോയാൽ 30 പേര് മൈക്ക് കിട്ടാം, 30 മിനിറ്റ് പോയി. വമൻ തഅഖറ, ഏതൊരുവൻ പിന്തിച്ചു, ഫലാ ഇസ്മ അലൈഹി, അവന്റെ മേൽ കുറ്റമില്ല. 3-ാമത്തെ ദിവസം കൂടി അവിടെ നിന്നുകൊണ്ട് ഏറ് പൂർത്തിയാക്കി പോയാൽ
അതിനും കുഴപ്പമില്ല, രണ്ടിനും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം അവിടെ ഹുക്കുമുണ്ട്, ഈ 2 ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ ഏറെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് സ്ഥലം വിടണം. പിന്നീട് മിനയുടെ പരിധിയിൽ മഗ്‌രിബ് ആയി കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? ആ മിനയുടെ പരിധി മഗ്‌രിബിൽ മിനയുടെ പരിധിയിലുണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ഏറ് കൂടെ കഴിഞ്ഞിട്ട് പോകാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട പല സംഗതികളും കർമ്മശാസ്ത്രപരമായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ലിമൻ ഇത്തഖ, പക്ഷേ ധൃതി പോയി അവൻ, ഇതൊക്കെ എന്തിനാണ്, അടുത്ത ദിവസം കഴിയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു അലസമായ മട്ടിൽ പോവുകയല്ല. മറിച്ച് അതേസമയം എനിക്ക് യാത്രയിൽ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹു അനുവദിച്ച ഇളവിനെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ പോകുന്നു. അവൻ തഖ്വ പാലിക്കുന്നതോടൊപ്പം പാലിച്ചുകൊണ്ട് തന്നെ അവൻ പോവുകയാണ്. ദൈവഭക്തി, പടച്ചവനുള്ള പേടി നിലനിർത്തിക്കൊണ്ടാണ് അവൻ പോകുന്നതും അതേപോലെ അവിടെ നിൽക്കുന്നതും. അവിടെ നിന്നാൽ എനിക്ക് കുറച്ച് തഖ്വ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്നു, അങ്ങനെയും ആകാം. അപ്പോഴും തഖ്വ എന്ന ഒരു കാര്യത്തിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. മാത്രമല്ല പിന്നീട് എന്താ പറഞ്ഞത്? വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ സംസാരിക്കും പറയുമല്ലോ, എടോ നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് വഅലമു അന്നക്കും, തീർച്ചയായും നിങ്ങൾ ഇലൈഹി തഹ്ശറൂൻ, അവനിലേക്ക് മടക്കപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ഹഷറ, ഹഷറയുടെ എന്ത് രൂപമാണ്? തഹ്ശറൂൻ. ഇടയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ പറയണം കേട്ടോ, ഞാൻ ചോദിക്കാതിരിക്കുമ്പോൾ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന നിങ്ങൾ പറഞ്ഞാൽ എന്താണ്, ആരാണ് പറയുന്നത് ശരിയെന്ന് കേൾവിക്കാരന് മനസ്സിലാവും. അപൂർണക്രിയ, കർമ്മണി പ്രയോഗം, കർമ്മണി പ്രയോഗമാണ് കേട്ടാ. തഹ്ശറൂന്റെ കർമ്മണി പ്രയോഗമാണ് തുഹ്ശറൂൻ. തഹ്ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു. തുഹ്ശറൂൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആരാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്നിവിടെ പറയുന്നില്ല. വഅലമു, അറിയുക, അന്നക്കും, അതേപോലെ ഇൽമിന് ശേഷം വരുന്നത് അന്നയാണ് വരുന്നത്. ഖൗലിന് ശേഷം വരുന്നത് ഇന്നയാണ് വരുന്നത്. അതൊക്കെ നോട്ട് ചെയ്തോളണം കേട്ടാ. ഇന്ന എവിടെ വരുന്നു, അന്ന എവിടെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടോണം. നമുക്കൊരു പാഠമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. എൽമിന് ശേഷം ഇവിടെ അലിമല്ലാഹു അന്നക്കും, അലിമല്ലാഹു ഇന്നക്കും എന്നല്ല വരിക. ഇപ്പൊ എൽമിന്റെ ഏതെങ്കിലും രൂപമാണ് വരുന്നതെങ്കിൽ അതിനുശേഷം അന്നയായിരിക്കും വരിക. ഖൗലിന്റെ ഏതെങ്കിലും രൂപമാണ് വരുന്നതെങ്കിൽ ഇന്നയായിരിക്കും വരിക. ഖുൽ ഇന്നൽ മൗതല്ലദി ഖാലു ഇന്ന എന്നൊക്കെ വരും. വഅലമു അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, അറിയുക നിങ്ങൾ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾ ഹജ്ജിന്റെ തുടക്കത്തിൽ എന്ത് പറഞ്ഞു? ഹജ്ജിന്റെ തുടക്കത്തിലും ഇതേ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതേപോലെ അവസാനത്തിലും പറഞ്ഞു വെക്കുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. അവിടെ അവന്റെ വിചാരണയ്ക്ക് പാത്രീഭൂതരാകുന്നവരാണ്. അപ്പോൾ ഹജ്ജിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഹജ്ജിന്റെ തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണോ അള്ളാഹു ഹജ്ജ് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ കാണിച്ചത്, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഈ ആരാധനാ കർമ്മങ്ങൾ, അവിടെ മനാസിക് എന്ന് പറഞ്ഞത് ആരാധനാ കർമ്മങ്ങൾ, ആ ആരാധനാ കർമ്മങ്ങൾ എന്നിൽ നിന്നും പഠിക്കണം. ഞാൻ എന്താണോ പഠിപ്പിച്ചത് അതേപോലെ ചെയ്യണം. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചത് അതേപോലെ നമസ്കരിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ഒന്നിലും ഏറ്റക്കുറവുകൾ വരുത്താൻ പാടില്ല. നമ്മൾ ഏറ്റക്കുറവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭാഷാപരമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഏറ്റക്കുറവെന്ന് പറഞ്ഞാൽ അല്പം പോലും കൂട്ടാനും പാടില്ല, കുറവെന്ന് പറഞ്ഞാൽ അല്പം പോലും കുറയ്ക്കാനും പാടില്ല. ഇത് ഹജ്ജിന്റെ തുടക്കത്തിലും ഇതേപോലെ ഒരു വിഷയം പറഞ്ഞിരുന്നു. അതായത് ആ ആയത്തുകൾ തുടങ്ങുന്ന സന്ദർഭത്തിൽ, അതേപോലെ അവസാനിക്കുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ഹജ്ജ് തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? മാത്യമ്മൽ ഹജ്ജൽ ഉംറത്തലില്ല ഫൈൻ ഉസ്രിത്തും anyway.
അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടിയാണ്. ആ പേടി എപ്പോഴും നമുക്ക് നമ്മിൽ നിലനിൽക്കണം എന്നാ പറഞ്ഞില്ല. ഒമിനൻ നാസിനി കുറച്ചുകൂടെ വിഷയം മാറിപ്പോവുകയാണ്. ഒമിനൻ നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ. ഒമിനൻ നാസി ജനങ്ങളിൽ ഉണ്ട് മൻ ഒരുത്തൻ. ഒരുത്തൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വിഭാഗം എന്നാണ്. യുഅ്ജിബുക അവൻ അഅ്ജബ ആശ്ചര്യപ്പെടുത്തി. അഅ്ജബ ആശ്ചര്യപ്പെടുത്തി. അജബൻ ലി അംരിൽ മുഅ്മിൻ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ അവന്റെ കാര്യം എല്ലാം തന്നെ അവന് ഉത്തമമാണ് എന്ന് ഹദീസ് പ്രസിദ്ധമാണ്. അപ്പോൾ അജബൻ ഇവിടെ അജബ എന്നെ ആശ്ചര്യപ്പെടുത്തി. മൻ യുഅ്ജിബ് അജബ ആശ്ചര്യപ്പെടുത്തി. മൻ യുഅ്ജിബുക നിന്നെ ആശ്ചര്യപ്പെടുത്തുന്നവൻ ഉണ്ട്, ജനങ്ങളിൽ ഉണ്ട് കേട്ടോ. ജനങ്ങളിൽ നിന്നുള്ളവനാണ് എന്ന് പറയുമ്പോൾ അതിൽ പെട്ടവനാണ് എന്നർത്ഥം. അതായത് ജനങ്ങളിൽ ചിലരുണ്ട് എന്ന് കേരള പരിഭാഷയിൽ നമുക്ക് കാണാം. ഖൗലുഹു എന്താണ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നത്? അവന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അവന്റെ വാചാലത നിന്നെ പിടിച്ചു നിർത്തി കളയും, നിന്നെ ആശ്ചര്യപ്പെടുത്തും. ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ ഈ ലോകത്തിന്റെ കാര്യത്തിൽ ഐഹിക വിഷയങ്ങളിൽ അവൻ പറയുന്ന സംഗതി, ഈ ലോകത്ത് അവൻ പറയുന്ന വാക്കുകൾ, പദപ്രയോഗങ്ങൾ മനോഹരമായ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ഞാൻ പറയുകയാണ്, സുഹൃത്തെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇതാണ് നമുക്ക് നല്ലത് എന്നൊക്കെ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഫിൽ ഹയാത്തി ദുനിയ വയുഷ്ഹിദുല്ലാഹ. ഇവിടെയാണ് നമ്മൾ അഞ്ചല ഗ്രൂപ്പിന്റെ പ്രത്യേകത മനസ്സിലാക്കിയത്. നസല എന്ന് പറഞ്ഞാൽ ഇറങ്ങി, അഞ്ചല